പുള്ളി അത് സമ്മതിക്കത്തില്ല, ഈ മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. മമ്മൂക്കയ്ക്ക് 73 വയസ്സായി എന്നൊക്കെ ഉള്ളത് മമ്മൂക്കയ്ക്ക് അറിയാം, സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം, ആൾക്കാർക്ക് അറിയാം. എനിക്കറിയത്തില്ല, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ഷൻ, അതാണ് മെയിൻ കാര്യം. ഈ കാർ ചേസ് വേണമെന്ന് നിർബന്ധം പിടിച്ചത് ഷമീറാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയായിരുന്നു. ഈ രാജ്ബി ഷെട്ടിയെ പോലെ ഒരു ആക്ടറെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്യാൻ വേറൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയാൻ വഴിയില്ല, കാരണം ആ സീനില്ല പടത്തിൽ, ഇത് എഡിറ്റ് ചെയ്ത് കളഞ്ഞ സീൻ. മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ട് വരുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയ്ക്ക് സാങ്കേതികമായി എല്ലാം അറിയാമല്ലോ. പുള്ളിക്കതൊരു ബിസിനസ്സല്ല ബേസിക്കലി. പുള്ളിക്ക് ബിസിനസ്സായിട്ട് കാണാൻ പുള്ളിക്ക് ഇഷ്ടംപോലെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ. ലാൽ സാർ എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് വൻ പൊളി വിളിക്കുന്നത്. അപ്പോൾ മിനിസ്റ്റർ രാജു ഉണ്ടാവും ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു തോന്നുന്ന അവസ്ഥ. മാസ് സിനിമകളുടെ അമരക്കാരൻ വൈശാഖാണ് ഇന്ന് മാസ്റ്റേഴ്സ് ക്രാഫ്റ്റിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം വൈശാഖ്. നമസ്കാരം. ആദ്യം തന്നെ ടെർബോ ജോസ് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മലയാള സിനിമയിലെ എല്ലായിടത്തും കൂടി അടിച്ച് കയറിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നി ഈ ഒരു അവസരത്തിൽ? എന്ത് തോന്നി? എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ കുറേ ദിവസം ജോലി ചെയ്ത് അതിങ്ങനെ ആൾക്കാർ കാണണം, ഇഷ്ടപ്പെടണം എന്നാഗ്രഹിച്ച് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അങ്ങനെ ഇത് ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുമോ. അപ്പോൾ അതിൽ എല്ലാം പ്രത്യേകിച്ചും ഈ സിനിമയിൽ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ് അത്. ഇപ്പോൾ ടർബോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മമ്മൂക്കയുടെ ഇൻട്രോയിൽ ഒരു മെഗാ ഷോ, അതായത് ടൈറ്റിൽ കാർഡിൽ മമ്മൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കഴിയുമ്പോഴാണ് ദ മെഗാ ഷോ എന്ന് പറയുന്നത്. ആ മൊമെൻ്റ് ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു. മമ്മൂക്ക ഈ മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കാൻ സമ്മതിക്കില്ല. പുള്ളി മുമ്പേ അതെ മമ്മൂട്ടി കമ്പനി എന്നുള്ളതിലല്ല, മുമ്പ് തന്നെ പുള്ളിയുടെ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് സിനിമ ചെയ്തപ്പോഴും മമ്മൂക്കയുടെ പേജിൽ നമ്മൾ ഫോട്ടോ ഇടുമല്ലോ, അന്നേരം പുള്ളി എനിക്ക് ഇടാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ മെഗാസ്റ്റാർ മാറ്റി മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ മമ്മൂക്കയ്ക്ക് പോസ്റ്റർ കൊടുക്കാറ്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ്, പുള്ളി അത് സമ്മതിക്കത്തില്ല, ഈ മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഈ പിള്ളേർ, നമുക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടല്ലോ, ഫാൻസുള്ള പിള്ളേർ, അപ്പോൾ അവരിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, വാട്സപ്പിലും മെസ്സേജ്, ഞങ്ങൾക്ക് മെഗാസ്റ്റാർ ടൈറ്റിൽ വേണം. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇതല്ലാതെ വേറൊന്നും മമ്മൂക്കയോട് പറഞ്ഞുമില്ല, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞില്ല. അത് കാരണമാണ് ആ ഷോട്ട് തിരിച്ചു വെച്ചത്. നമുക്ക് കാണാത്ത രീതിയിലാണ് വെച്ചത്. ഇങ്ങനെ നോക്കിയേ മമ്മൂക്കയുടെ ഇൻട്രോ പുറകിലില്ല, ആ സമയത്തെ കത്തിച്ചുള്ളൂ, അതുവരെ അത് ഓഫ് ചെയ്ത് വെച്ചു. വേറെ ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലായിടത്തും ലൈറ്റ് ഇട്ട്, അവിടെ മാത്രം ലൈറ്റ് ഇട്ടില്ല. ആ ഷോട്ട് എടുക്കുമ്പോൾ മാത്രമേ ലൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി കണ്ടേ. നോക്കി അപ്പോൾ മമ്മൂക്കയുടെ റിയാക്ഷൻ എന്നെ നോക്കി. അപ്പം ഇപ്പോൾ മമ്മൂക്കയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പോക്കറ്റ് രാജൻ ഒരു ഡയറക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളുടെ മധുരരാജ ഇപ്പോൾ ടർബോയിൽ വന്നിരിക്കുന്നു. ടർബോയിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായം 73. അത് തന്നെയാണ് എന്താ പറയുക, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച. ഒരു 73-കാരൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, ഓടി നിന്ന് ചാടി ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടർബോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എല്ലാ പ്രേക്ഷകരും എടുത്തു പറയുന്നത്. അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് താങ്കൾ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ മമ്മൂക്കയ്ക്ക് 73 വയസ്സായി എന്നൊക്കെ ഉള്ളത് മമ്മൂക്കയ്ക്ക് അറിയാം, സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം, ആൾക്കാർക്ക് അറിയാം. എനിക്കറിയത്തില്ല, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് എത്ര വയസ്സുണ്ട്, ആ ക്യാരക്ടറിന് നമ്മളൊരു 45 to 50 എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിലാണ് ടർബോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ, ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ മിഥുൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഏജിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ല, പുള്ളിയുടെ ഏജ് എന്താ, അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പുള്ളിക്ക് എക്സിക്യൂഷനിൽ എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം. പക്ഷെ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ആ 45 വയസ്സുള്ള 50 വയസ്സുള്ള ഒരു ക്യാരക്ടർ ചെയ്യാവുന്ന പരിപാടികൾ ചിന്തിക്കുക, അത് പുള്ളിയോട് പറയും. പുള്ളി പ്രിപ്പയർ ആയിരുന്നു ഇപ്രാവശ്യം. എൻ്റെ AD ഉണ്ട് ആഷിഖ്. അപ്പോൾ ആഷിഖ് അതിനു മുമ്പ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത പടം ഇങ്ങോട്ട് പോകുമ്പം ആഷിഖും വരുന്നുണ്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പറഞ്ഞു, അവൻ്റെ അടുത്തോട്ട് പോകണേ, എന്നെ ജീവനോടെ വിട്ടാ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പുള്ളിക്ക് അറിയാം, പുള്ളി പ്രിപ്പയർ ആയിട്ടാണ് വരുന്നത്, എന്തായാലും കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ
നമ്മൾ പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സല്ലേ, ഇപ്പോൾ പുള്ളി ചെയ്യാൻ തയ്യാറാവണമല്ലോ. നമുക്ക് ആഗ്രഹിക്കാനും പറയാനും മാത്രമല്ലേ പറ്റുള്ളൂ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത് വില്ലിങ്ങായി ആക്ഷൻ ചെയ്യാം എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് അത് ഒരു പുള്ളി അത് എൻജോയ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് ഓരോ ഷോർട്സുകളും കാണാനും എഡിറ്റ് ചെയ്ത് കാണാനും ഒക്കെയുള്ള പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഇട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് അതൊരു എനർജി ചെയ്യും, എന്നാൽ പിന്നെ കുറച്ചും കൂടെ ചെയ്യാൻ അങ്ങനെ. പിന്നെ എല്ലാം കൂടെ ഒരു ദിവസം അല്ല എടുക്കുന്നത്, ഇച്ചിരി അല്ല എടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ എടുത്തെടുത്ത് അങ്ങനെ. പിന്നെ കുറേ ദിവസം ഉണ്ടായിരുന്നു ആക്ഷൻ. എനിക്ക് തോന്നുന്ന ഒരു 60-70 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ആക്ഷൻ മാത്രം, ഫൈറ്റ് സീക്വൻസ് മാത്രം എടുത്തിട്ടുണ്ടാവും. ഇനി പോക്കിരി രാജ സിനിമയിലാണ് തുടങ്ങുന്നത്. അത് തുടക്കം തന്നെ ഒരു മാസ് സിനിമ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ സിനിമയാണ് പുലിമുരുകലിന് ഒരു 100 കോടി ക്ലബ്ബ് മലയാളത്തിൽ എത്തിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ലൈക്ക് വൈശാഖിൻ്റെ സിനിമയാണ് മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബ്ബ് എത്തിയത്. അപ്പോൾ പിന്നെ അതൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ അടുത്ത സിനിമകൾ ചെയ്യാൻ? അതൊന്നും ചിന്തിക്കാറില്ല. ഞാൻ പുലിമുരുകൻ ചെയ്യുമ്പോൾ 100 കോടിയെ കുറിച്ചൊന്നും പോയിട്ട് ഞാൻ ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ സിനിമ വർക്കൗട്ട് ആകും 15 കോടി രൂപ വരണം തിയേറ്ററിൽ. ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ടേ 15 കോടി രൂപ വന്നാലേ ആ സിനിമ ബ്രേക്ക് ചെയ്യാനാവുള്ളൂ. അപ്പോൾ ഞാനന്ന് മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് 15 കോടി. അതിന് മുമ്പ് വന്നായിട്ട് അങ്ങനെ ഒരു അറിവില്ല ഇതിങ്ങനെ വരുമോ എന്നുള്ള ടെൻഷനിൽ. അപ്പം ഞാൻ ആൻ്റണി ചേട്ടനെ ഞാൻ ഓർക്കണ്ടേ, ഞങ്ങളൊരു മുറിയിൽ റിലീസിന് അന്ന് രാവിലെ ഞാൻ ആൻ്റണി ചേട്ടൻ അത് മാത്രമേ ചോദിച്ചു, ആൻ്റണി ചേട്ടാ 15 കോടി രൂപ വല്ല വഴിയുണ്ടോ? എന്നിട്ട് 15 കോടി വന്നാലും പുള്ളിക്ക് ലാഭമാവുള്ളൂ, അത് മുടക്കി പൈസ തിരിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് 100 കോടിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ വഴിക്ക് അതിൻ്റെ കളക്ഷനും പരിപാടികളൊക്കെ അതൊക്കെ പ്രൊഡ്യൂസറുമായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോളിസി ഇത്രേ ഉള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ചു കിട്ടണം. അത് ഫസ്റ്റ് പ്രശ്നമാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഒരാളെ നമ്മൾ വിശ്വസിച്ച് പൈസ ഇടുന്നല്ലേ, അപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷനുള്ളൂ. ബാക്കി എത്ര കിട്ടിയാലും കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പോക്കിരി രാജ പറഞ്ഞ പോലെ പോക്കിരി രാജയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പോക്കിരി രാജ അതിന് മുമ്പ് നരേനെ വെച്ച് പ്ലാൻ ചെയ്തൊരു സ്ക്രിപ്റ്റ് ആണെന്നും വിശുദ്ധനായിരുന്നു അത്. ഫസ്റ്റ് മൂവി വിശുദ്ധനായിരുന്നു. അല്ല, ഞാൻ കേട്ടിട്ടുള്ളൊരു സ്റ്റോറി എന്ന് വെച്ചാൽ പോക്കിരി രാജയിൽ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആദ്യം, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പിന്നീട് അത് മമ്മൂക്ക പറഞ്ഞിട്ടാണ് ഇലാബറേറ്റ് ചെയ്തത്. ആ സിനിമയെ കുറിച്ച് വെച്ചാൽ ആ സിനിമയിൽ നമ്മൾ ആദ്യം മമ്മൂക്ക എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. അതൊരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ്റെ ഒരു 10-15 മിനിറ്റ് വരുന്നൊരു സംഭവമായിരുന്നു. അതിനുശേഷം നമുക്ക് പറഞ്ഞു അതെന്തിനാ ഞാൻ ഗസ്റ്റ് ആവുന്നത്, ഞാനതൊന്ന് ഫുള്ള് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എൻഡിൽ വരുന്ന പോലെ അതിനെ റീറൈറ്റ് ചെയ്തു. മമ്മൂക്കയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അതിനനുസരിച്ചിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തു. നരേനായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നത്. ഇപ്പം നരേന് ഒരു തമിഴ് പടവുമായിട്ട് ക്ലാഷ് വന്നു ആ ടൈമിലെ. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയമായപ്പോഴത്തേക്കും പുള്ളി മുമ്പേ ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയുടെ ബാലൻസ് ഷൂട്ട് വന്നു. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പുള്ളിക്ക് പറ്റില്ല. അപ്പം ഞാൻ ആകെ പെട്ടുപോയി. മമ്മൂക്കയുടെ ഡേറ്റിന് ഷൂട്ട് തുടങ്ങണം, അപ്പോൾ കൂടെ അഭിനയിക്കേണ്ട ആൾ നരേനായിരുന്നു. അപ്പം നരേന് ആ സമയത്ത് ഡേറ്റ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ റോബിൻഹുഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും നരേനും എല്ലാം പൃഥ്വിരാജും എല്ലാവരും ഉണ്ട്. റോബിൻഹുഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്യാം സാറിൻ്റെ കൂടെ. അപ്പോൾ നരേനാണ് പൃഥ്വിരാജിനോട് സംസാരിക്കുന്നത്, എടാ നീ അതൊന്ന് ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ അയാളുടെ പടം നടക്കില്ല. അപ്പോൾ പിന്നെ കുറേ ഡേറ്റ്സ് മാറ്റം ഞങ്ങളെല്ലാം നോക്കി നടന്നില്ല. അപ്പോൾ പിന്നെ രാജു പിന്നെ അങ്ങനെ എന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെയാണ് കഥ കേൾക്കുകയും ഒക്കെ ചെയ്തത്. അതൊരു സൗഹൃദത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. ടെർബോയിലോട്ട് വരുമ്പോൾ ലൈക്ക് പുലിമുരുകലിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത് പീറ്റർ ഹെയ്ൻ ആയിരുന്നു. പക്ഷെ ടെർബോയിൽ ആക്ഷൻ ചെയ്തിരിക്കുന്നത് ഫീനിക്സ് പ്രഭുവാണ്. അപ്പോൾ രണ്ടും തമ്മിലൊരു ഡിഫറൻസ്, ലൈക്ക് പീറ്റർ ഹെയ്ൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പറന്നടിക്കുന്ന കൂടുതലായിരിക്കും. ലൈക്ക് അല്ല, അത് പീറ്റർ ഹെയ്ൻ ആയതുകൊണ്ടും ഫിനിക്സ് പ്രഭു ആയതുകൊണ്ടുള്ള വ്യത്യാസമല്ല, സിനിമയിലുണ്ടായ മാറ്റം. ഇപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിൽ സിനിമ മാറുമല്ലോ, അതങ്ങനെ ഓർഗാനിക്കായിട്ട് സംഭവിക്കും. നമുക്കും അങ്ങനെ തോന്നും, ഓക്കെ ഇങ്ങനെ തന്നെ മാറ്റങ്ങൾ. നമ്മളും സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുതിയ ഇറങ്ങുന്ന സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ഇറങ്ങുന്ന സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ഷനിൽ സിനിമയുടെ മറ്റ് രീതികൾ പോലെ ഇപ്പോൾ അഭിനയത്തിലൊക്കെ മാറ്റണമെന്നാൽ ആക്ഷനിലൊക്കെ വ്യത്യാസം വരുമല്ലോ ഓരോ കാലഘട്ടത്തിൽ. അപ്പോൾ ഇപ്രാവശ്യം പുതിയ ട്രെൻഡിൽ എങ്ങനെയാണ് ആക്ഷൻ മൂവ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും അങ്ങനെ ഹോളിവുഡ് സിനിമകളിലൊക്കെ എങ്ങനെയാണ് പോണേന്നുള്ളൊരു സ്വഭാവം മനസ്സിലാക്കി അതിനെ ഒന്ന് റെഫറൻസ് എടുത്തിട്ട്, പിന്നെ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ മാസ് കൾച്ചറും ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക്
എൻറ്റയർലി ഒരു ഹോളിവുഡ് പാറ്റേണിൽ ആക്ഷൻ ഇവിടെ എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ ഒരു രീതി കുറച്ച് ഡിഫറൻസ് ആണ്. ഇപ്പോൾ അവർ കുറച്ചും കൂടി ലെങ്തി ഷോട്ടുകൾ ഉപയോഗിക്കും. കണ്ടിന്യൂസ് ആയ ഷോട്ടുകൾ അങ്ങനെ ആക്ഷൻസ് മൂവ് ചെയ്താൽ പോവാം. നമുക്ക് കുറച്ചും കൂടെ കട്ട് ഷോട്ട്സുകൾ എടുത്ത് നമ്മൾ കണ്ട് ശീലം നമുക്ക്. കാരണം നമുക്ക് കുറച്ചും കൂടെ ബിൽഡപ്പുകളും ഇമ്പാക്റ്റുകളും നമ്മൾ ഹീറോ ഫോക്കസ്ഡ് ആയിട്ടാണ് ആക്ഷൻ ചെയ്യുക. അപ്പോൾ പുറത്ത് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർ ആ ഇൻസിഡൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹീറോയിസത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലെൻഡിങ് ആണ് ഇത് ടർബോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുലിമുരുകൻ വരുമ്പോഴാണ് നമ്മൾ പീറ്റർ ഹെയ്നെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പീറ്റർ ഹെയ്ൻ എന്നൊരു ആക്ഷൻ കൊറിയോഗ്രാഫറിനെ കുറിച്ച് മലയാളികൾ അന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഫീനിക്സ് പ്രഭു ഈ ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സുമായിട്ട് ഒരു റാപ്പോ അത് വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ഷൻ. അതാണ് മെയിൻ കാര്യം. പണ്ട് മുതലേ ഇടിപ്പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടിപ്പടമൊക്കെ വരുമ്പോൾ നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് ആദ്യം പോയി ഇരുന്ന് കാണും. അപ്പോൾ നമുക്ക് ആക്ഷൻ ഇഷ്ടമാണ്. നമ്മളൊരു ബേസിക് ടേസ്റ്റിൽ ആക്ഷൻ ഭയങ്കര രസമാണ്. പിന്നെ അങ്ങനെയുള്ള സിനിമകൾ കാണാനും ഇഷ്ടമുള്ള ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ പടം ചെയ്യുമ്പോൾ കുറച്ച് ആക്ഷൻ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പൊതുവേ ആൾക്കാർ എൻ്റെ സിനിമ ചെയ്യാൻ വരുമ്പോൾ ആക്ഷൻ വേണമെന്ന് പറയും. ഇപ്പോൾ ഹീറോസിനാണെങ്കിൽ ഇത്തിരി ആക്ഷൻ ചെയ്യാൻ ആണെങ്കിൽ താല്പര്യമുണ്ട്. വിശുദ്ധന് ആക്ഷനേ ഇല്ലാത്ത പടമായിരുന്നു. അത് വളരെ മൈൽഡായിട്ടുള്ളൊരു സോഫ്റ്റ് പടമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ 3-4 പടം കഴിഞ്ഞു. അത് ആദ്യം ചെയ്യുന്ന പടമാണല്ലോ. 3-4 പടം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ആക്ഷനൊക്കെ അങ്ങനെ കയറി ഇതായ സമയത്ത് അന്ന് കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും പറഞ്ഞു അതിപ്പോൾ ആക്ഷൻ ഇല്ലാതെ ശരിയാവില്ലായിരുന്നു. പിന്നെ ഞാനത് തള്ളിക്കയറ്റി ആക്ഷൻ ഒരു കാര്യമില്ലായിരുന്നു. വളരെ നാച്ചുറലായിട്ടുള്ള സിനിമയായിരുന്നു. അതിൻ്റെ മുകളിൽ കുറേ ഞാൻ വെള്ളം ചേർത്തു ആ സിനിമയിൽ. ഈ പുലിമുരുകൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി കാണിക്കുന്ന ഒരു എഴുത്തുണ്ട്, താങ്ക്സ് ടു ഓൾ ദി ഡയറക്ടേഴ്സ് ഹൂ മെയ്ഡ് മീ വണ്ടർ എന്ന് വെച്ചാൽ മാസ് സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ മാസ് സിനിമകളാണ് ഒരുപാട് ഇഷ്ടം. അതുപോലത്തെ സിനിമകൾ മാസ് സിനിമകൾ എനിക്ക് കംഫർട്ട് സോണാണ്. ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ മാറി ചെയ്യുമ്പോഴൊക്കെ അത്ര സുഖമല്ല. ചെയ്യാനും കാണുന്നവർക്കും വലിയ സുഖമല്ല. ഈ ആക്ഷൻ രംഗങ്ങളുടെ താല്പര്യം കൊണ്ടാണോ മറ്റേ പുലിമുരുകനിലൊക്കെ ഫൈറ്റ് സീക്വൻസിൽ താങ്കൾ തന്നെ റോപ്പിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും? ചുമ്മാ കുറുമ്പ് ചെയ്ത് നോക്കാനുള്ള സുഖം. ഇടയ്ക്ക് റോപ്പൊക്കെ ഇട്ടെന്ന് വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം കൊണ്ട് ആ സമയത്ത് ഒരുപാട് ട്രെൻഡിങ് ആയിരുന്ന വീഡിയോ മരത്തിൽ ചവിട്ടി കറങ്ങുന്നതും. ഞാൻ മാക്സിമം ഇല്ലേ ചെയ്തു നോക്കും റോപ്പിട്ടിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോൾ ട്യൂണ ഫാക്ടറിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ടെൻഷൻ ഇത് തൂങ്ങിക്കിടന്ന് കഴിഞ്ഞ്, കാരണം ഇത് മൂവിയായി. സാധാരണ റോപ്പ് സിസ്റ്റം അല്ല. നമ്മളെ റോപ്പ് സിസ്റ്റം, ആക്ഷൻ ഉപയോഗിക്കുന്ന റോപ്പ് സിസ്റ്റം കൺട്രോൾ റോപ്പിൽ താഴെ നിൽക്കുന്ന കുറച്ചുകൂടി എളുപ്പമാണത്. അതനുസരിച്ച് അവരാണ് മൂവ് ചെയ്യിക്കുന്നത്. കാരണം ഇതൊരു റാഡിൽ പോകുന്നതുകൊണ്ട് ഇത്തിരി ടെൻഷനായിരുന്നു ഇതെങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ്. അന്നേരം ഞാനത് ചെയ്ത് നോക്കി, കയറി ഇട്ട് റോപ്പ് ഇട്ടിട്ട് ഫുൾ സെറ്റ് ചെയ്ത് എന്നെ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോകാൻ പറഞ്ഞു. നോക്കി അപ്പോൾ എൻ്റെ വെയിറ്റിനേക്കാൾ താഴെയുള്ള വെയിറ്റ് ആണല്ലോ എല്ലാവരും. സേഫായിരിക്കും, ടെൻഷൻ ഇല്ലല്ലോ. ഇപ്പം ഇതിൽ ക്ലൈമാക്സിനോട് തൊട്ട് മുമ്പായിട്ട് പിന്നെ കാർ ചേസ് ചെയ്യും. അതിൻ്റെ ഇപ്പം BTS ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നെന്ന് പറയാം, മമ്മൂക്ക തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു കാർ ചേസിൽ ഈ എൻ്റെ എഡിറ്ററുണ്ടല്ലോ ഷമീർ മുഹമ്മദ്, അവൻ ഭയങ്കര ക്രേസിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. ഭയങ്കര ക്രേസി ആക്ഷനും. ചില സുഹൃത്തുക്കൾ നമുക്ക് പെട്ടെന്ന് സെറ്റാവെന്ന് പറയില്ല, സിങ്കാവെന്ന് പറയാം. അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഷമീർ. കാരണം എന്താ വെച്ചാൽ അവനും ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മളിങ്ങനെ ഈ കാർ ചേസ് വേണമെന്ന് നിർബന്ധം പിടിച്ചത് ഷമീറാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് കൂടുമല്ലോ. അറൗണ്ട് നമ്മളൊരു 1 കോടി രൂപയോളം വണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷൻ. ഇടിച്ച് പോകും, അത് പോവുകയാണല്ലോ. അപ്പോൾ എനിക്കിത് നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഷമീറാണ് അത് പറ്റില്ല, ചേസില്ലാത്തൊരു പരിപാടി നടക്കില്ല, മസ്റ്റായിട്ട് ചേസ് വേണമെന്നോ. പിന്നെ ഇരുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിനൊരു കൊറിയോഗ്രാഫി ഉണ്ടാക്കി അത് ഡിസൈൻ ചെയ്ത് ഷമീർ അത് പ്രീ എഡിറ്റ് ചെയ്ത് തന്നു. ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുള്ളത് സ്റ്റോറി ബോർഡ് ചെയ്തൊക്കെ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. അത് നമുക്ക് അതിനകത്ത് ഉള്ളത് സെറ്റ് ചെയ്താൽ മതിയല്ലോ, അതിനകത്ത് ഉള്ളത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ. എനിക്കിപ്രാവശ്യം നല്ല ടീമുണ്ടായിരുന്നു കുറച്ചുകൂടെ. മിഥുനാണെങ്കിലും ഷമീറാണെങ്കിലും ക്യാമറമാൻ എല്ലാവരും കുറച്ചും കൂടെയൊക്കെ
നല്ല ഈ പുതിയ കുട്ടികളായതുകൊണ്ട് കുറച്ചുകൂടെ ഭയങ്കര എനർജി ആയിരുന്നു. ക്രിസ്റ്റോ മ്യൂസിക്കും ചെയ്തു. അതെ. അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ആകുമ്പോൾ അവർക്ക് നമ്മൾ അറിയാം എന്താ വേണ്ടതെന്ന് അറിയാം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്. ഇത് ഇവർക്ക് അറിയത്തില്ല, ഫസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ പറയുന്നതിൽ പതി ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരുടെയും കൂടെ ഒരു വേർഷൻ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഒരു ഡിഫറൻസ് വരും കുറച്ചും കൂടെ. ഇപ്പോൾ അതിൽ ലാസ്റ്റ് പോർഷനിൽ മാർഷൽ ആർട്ട് ഫൈറ്റ് അത് ആരായിരുന്നു ഫസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ? അങ്ങനെ ഒരു മാർഷൽ ആർട്സ് നിങ്ങൾ വിചാരിച്ചത്രയും നമ്മൾ നിങ്ങളെ വിയറ്റ്നാമി ഫൈറ്റേഴ്സിൻ്റെ പരിപാടിയല്ല ഉദ്ദേശം. അത് നമ്മൾ വിചാരിച്ചത്ര എടുത്തിട്ടില്ല ആക്ച്വലി. കാരണം അത് നമ്മൾ വലിയ എപ്പിസോഡായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 5 days ആക്ഷൻസ് അവരെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ആ ആക്ഷനെ നമ്മളൊരു 4 സ്റ്റേജായിട്ട് ഡിസൈൻ ചെയ്തത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഡിസൈൻഡ് ആണ് എല്ലാം. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൃത്യമായും റിഹേഴ്സൽ ചെയ്ത് ബ്ലോക്ക് തിരിച്ച് ഷൂട്ട് ചെയ്ത് വെച്ച് മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ല. അപ്പോൾ അതിൽ 4 സ്റ്റേജായിട്ടായിരുന്നു അത് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് വില്ലനുമായിട്ടുള്ള സ്റ്റേജ് വരുന്നതിന് തൊട്ട് മുമ്പ് 3rd സ്റ്റേജിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡിഫറൻസോ, അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ ആദ്യം ആലോചിക്കുന്ന ഇതിനകത്ത് എന്ത് ഡിഫറൻസ് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാത്ത എന്ത് പരിപാടി ചെയ്യാൻ പറ്റും എന്നൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോറിൻ ഫൈറ്റേഴ്സിനെ വെച്ചിട്ട് ചെയ്യാവുന്ന ആശയത്തിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു 5 days അത് ഷൂട്ട് ചെയ്യാവുന്ന ആശയത്തിൽ. പക്ഷെ നമുക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു. അവർ വരാൻ ആ ഗ്രൂപ്പ് വരാൻ ഡിലേ ആയി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്ലാനുമായിട്ട്, കാരണം അതിന് ശേഷമുള്ളതും പ്ലാൻഡ് ആണ്, അതിന് മുമ്പുള്ളതൊക്കെ പ്ലാൻഡ് ആണ്. അപ്പം ഒരുപാട് നമുക്കങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കുറച്ച് ലീഡ് സീനുകൾ പരിപാടികൾ. അപ്പോൾ ശരിക്കും നമുക്കൊരു 1.5 ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളങ്ങോട്ട് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പ്രാക്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിലെ ഒരു ബെസ്റ്റ് നമുക്ക് എടുക്കാൻ എന്നുള്ളതാണ് പിന്നത്തെ പരിപാടി. സിനിമയിലെ വില്ലനിലേക്ക് വരുമ്പോൾ രാജ്ബി ഷെട്ടിയാണ് വില്ലനായിട്ട് വന്നത്. കന്നഡയിൽ അത്യാവശ്യം മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു നടനാണ്. പക്ഷേ ടർബോയിൽ വില്ലനായിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തെ വില്ലനിസം അടിപൊളിയായി. ഒരു ഈവിൾ സ്മൈൽ, ഒരു ഡെബിളിഷ് സാധനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ. എങ്ങനെയാണ് രാജ്ബി ഷെട്ടിയിലോട്ട് എത്തുന്നതാണ്? മിഥുൻ വഴിയാണോ അതോ? ഈ രാജ്ബി ഷെട്ടി പോലെ ഒരു ആക്ടറെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്യാൻ വേറൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം പക്ഷേ പ്രേക്ഷകർക്ക് അറിയാൻ വഴിയില്ല. കാരണം ആ സീനില്ല പടത്തിൽ. ഇത് എഡിറ്റ് ചെയ്ത് കളഞ്ഞ സീൻ അത് വൺ ഓഫ് ദി ബെസ്റ്റ് സീനായിരുന്നു. ഈ സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീനായിരുന്നു. എന്തുകൊണ്ട് വെട്രിവേൽ ഷൺമുഖ സുന്ദരം ഇങ്ങനെയാകും? ഓക്കെ, അയാൾ ആരാണ്, എന്തിനാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് കൂടുതലും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മൊണോലോഗ് പോലെ പോകുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു സീനായിരുന്നു. അത് ഭയങ്കര രസമായിട്ടത് ചെയ്തു. അപ്പോൾ ഏറ്റവും എൻജോയ് ചെയ്ത സീനുമാണ്. ഭയങ്കര സങ്കടമായിരുന്നു അത് കളഞ്ഞ സമയത്ത് എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ എന്തിനാ കളയണേ ചോദിക്കും. അത് നമ്മുടെ ഒരു തീരുമാനമാണ്. നമുക്കൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഫൈനൽ സിനിമയ്ക്ക് എന്ത് വേണം വേണ്ട എന്നുള്ളത് നമ്മൾ വളരെ വിഷമിച്ചാണെങ്കിൽ ആ ഡിസിഷൻ എടുക്കേണ്ടത്. ബിക്കോസ് ആ സീൻ അവിടെ വരുന്ന സമയത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു സാങ്കേതികമായിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് അത് പോകലല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കളഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊരു ഇമോഷണൽ കണ്ടന്റ് ആയിരുന്നു. ആക്ച്വലി അയാൾക്കൊരു കഥയുണ്ടായിരുന്നു. ഇങ്ങനെ ആവാനും ഇതൊക്കെ ചെയ്യാനും ഒക്കെയുള്ള ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആക്ടർ വന്ന ക്യാരക്ടർ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത് ആദ്യം തന്നെ മിഥുനും ഷമീറും ഞങ്ങൾ 3 പേരുമാണ് ഇതിനൊരു പരിപാടികൾ ആലോചിച്ച് തുടക്കം മുതൽ പോയത്. ഒരു 3 months 4 months ബാക്ക് മുതൽ സിനിമ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ഡിസിഷൻ എടുത്തത് ഒരു ആക്ടർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് രീതികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പുറത്തൊരു ആക്ടറാണ് വേണ്ടത്. ഈ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, ഒരു ഔട്ട്സൈഡ് കേരളമാണല്ലോ, കേരളത്തിന് പുറത്തുള്ള. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരാൾ മതി എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായിട്ട് ഞങ്ങൾ ലാസ്റ്റ് നിമിഷം ഇങ്ങനെ എന്താണെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഈ ഒരു ഓപ്ഷൻ വന്നത്. അങ്ങനെ അദ്ദേഹം അതിന് ആപ്റ്റാണെന്ന് തോന്നി. അദ്ദേഹം ചെയ്യാനുള്ള കാരണം ചിലപ്പോൾ മറ്റേ സീനായിരിക്കും കേട്ടോ. നമുക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത് തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചേക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടി എന്ന ആക്ടറെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ AD ആയിട്ടാണ് നിങ്ങൾ കാലം തൊട്ട് കാണുന്ന വ്യക്തിയാണ്. ഇപ്പോൾ തുറുപ്പുലാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് തുറുപ്പുലാനിൽ. അപ്പം അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ മമ്മൂട്ടി എന്ന നിർമ്മാതാവിനെ കുറിച്ച് എന്താ ഇപ്പോൾ പറയാൻ പറ്റും?
ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ സിനിമകൾക്കും നിർമ്മാതാക്കൾ എനിക്കങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് അവർക്ക് വിശ്വാസം കൂടുതലായിരിക്കും, ഇയാൾ എന്തായാലും പടം ഹിറ്റാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നും ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. വളരെ സപ്പോർട്ടീവായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തതല്ല. മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയ്ക്ക് സാങ്കേതികമായി എല്ലാം അറിയാമല്ലോ, സിനിമ അറിയാമല്ലോ. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എനിക്ക് നാളെ ഈ റിഗ് ചെയ്യാനൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞാൽ ആ റിഗ് ചെയ്യുന്ന എന്തിനാണെന്നും അത് ഏത് ഷോട്ട് എടുക്കാനാണെന്നും എന്താണ് അതിൻ്റെ ഗുണമെന്നും അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കറിയാം. അറിയാം. അപ്പം നമ്മൾ പറഞ്ഞാൽ മതി, മറ്റൊരാൾക്ക് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇന്ന കാരണം. അപ്പോൾ ഈ സിനിമ അറിയാവുന്ന ഒരാളായതുകൊണ്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാറില്ല. അതേസമയം സപ്പോർട്ട്, ഫോർ എക്സാമ്പിൾ ഒരു സീൻ എടുത്തപ്പോൾ ആ സീനിൻ്റെ പ്ലേസ്മെൻറ്റ് എന്താ ഐഡിയ എന്നുള്ളത് പുള്ളിക്ക് അന്നേരം പ്രോപ്പർ ഐഡിയ ആയിട്ടില്ല, എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സീൻ എടുത്ത് പുള്ളി സീൻ കണ്ടപ്പോൾ അയ്യോടെ ഇത് ഭയങ്കര ശുഷ്കിച്ച് പോയല്ലോ, നമുക്കിത് ഒന്നും കൂടെ റീഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തിന് അല്ല ഇത് പോരാ, നമുക്ക് ഭയങ്കര വൈഡർ. ഞാൻ വിചാരിച്ചത് ഭയങ്കര വൈഡറായിട്ടുള്ള ഒരു പരിപാടിയിൽ കുറേ വണ്ടികളൊക്കെ വന്ന് ആൾക്കാർ ഇറങ്ങി വരണമെങ്കിൽ വേറൊരു ആരവമായിരിക്കും അതിൻ്റെ പരിപാടി. അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിലിറ്ററി ഒക്കെ വരുന്ന ഒരു പരിപാടിയാണ്. അത് നമുക്ക് ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ റീഷൂട്ട് വെച്ചാൽ വീണ്ടും ഒരു ദിവസം പോകണം, ഇത്രയും സാധനങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ല നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാം കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ ലാസ്റ്റ് ബാക്കിയെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ച ശേഷമാണ് പുള്ളി പറഞ്ഞത് എന്നാൽ വേണ്ട, അത് കുഴപ്പമില്ല, അത് ഓക്കെ ആയിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മീൻസ് സാധാരണഗതിയിൽ എല്ലാവരും തിരിച്ചല്ലേ പറയാം, അയ്യോ അത് വേണ്ടെന്നുള്ള സാധനം. പുള്ളി ആക്ച്വലി പെർഫെക്ഷൻ, അത് കൂടുതൽ നന്നാവണം, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിനേക്കാൾ അതിൻ്റെ ടെൻഷനേക്കാൾ കൂടുതൽ പുള്ളിക്ക് പ്രോഡക്റ്റ് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഭയങ്കര മമ്മൂട്ടി കമ്പനി ചിത്രങ്ങൾക്കുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ അതെന്താ അറിയോ, പുള്ളിക്കതൊരു ബിസിനസ്സല്ല ബേസിക്കലി. പുള്ളി സിനിമ ബിസിനസ്സായിട്ട് കാണാൻ പുള്ളിക്ക് ഇഷ്ടംപോലെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ. പുള്ളി എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി മമ്മൂട്ടി കമ്പനിയൊക്കെ തുടങ്ങി ചെയ്യാം, ഇപ്പോൾ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക, പുള്ളി ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുക. പലപ്പോഴും ഇല്ലേ ക്വാളിറ്റിയിലൊക്കെ പല പ്രശ്നങ്ങൾ വരാനുള്ള ഇപ്പോൾ ഒരു ആക്ടർ മാത്രമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഥ കേട്ടു, സ്ക്രിപ്റ്റ് കേട്ടു, പിന്നെ നമ്മളതിൽ അഭിനയിച്ചു, അതിനുശേഷമുള്ള പ്രോസസ്സിലൊന്നും അവർക്ക് വലിയ ഇൻവോൾവ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അത് വേറൊരു ഗ്രൂപ്പ് വേറെ സ്ഥലത്തിരുന്ന് ചെയ്യാണ്. ആക്ച്വലി ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആകുന്ന സമയത്ത് അതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇനി വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീ എഡിറ്റ് ചെയ്യാനോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് ചെയ്തേക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ മമ്മൂക്കയോടൊപ്പം സ്റ്റണ്ട് സിനിമകൾ ചെയ്യുന്നതിൽ ഈ ടർബോ ആയാലും മധുരരാജയായാലും പോലും ഈ പറഞ്ഞ ഒരു ഭയങ്കര ഓടിച്ചാടി ഇടിക്കുന്നു. ക്ലൈമാക്സിനൊക്കെ എത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൽ മമ്മൂക്കയുടെ കൈ കൊള്ളുന്ന സീൻസൊക്കെ അതിൻ്റെ BTS വന്നപ്പോൾ ഭയങ്കര വൈറലായിരുന്നു. ലാലേട്ടനോടൊപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനോടൊപ്പം ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ലല്ലോ മമ്മൂക്കയുടെ പഞ്ചായത്ത്. മമ്മൂക്കയുടെ മീറ്ററിനനുസരിച്ച് ആ ഫൈറ്റ് സീക്വൻസിൻ്റെ മൊത്തത്തിലുള്ള കൊറിയോഗ്രഫി മാറ്റണം. ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് സീക്വൻസിൽ കണ്ടിട്ടുള്ള പ്രധാന വ്യത്യാസം എന്തായിരിക്കും? ലാലേട്ടന് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ തന്നെ ഭ്രാന്തനാണ് ആക്ഷനിൽ. ഞാൻ പുള്ളി ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, പുലിമുരുകൻ നേരത്തെ ഏടിയായിരിക്കും പരിചയം, സിനിമ ചെയ്യാനായിട്ട് പോയി കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ലാൽ സാർ എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് വൻ പുളി കുളിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ആക്ഷനിൽ ഇഷ്ടമുള്ള രണ്ടുപേർ തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര രസമുള്ള പരിപാടിയുണ്ട്. പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യും, എത്ര നമ്മുടെ മുഖത്തും ഒക്കെ വരുന്നത്, നമ്മൾ പറയുന്ന ഓക്കെ അല്ല, ഓക്കെ സാർ എന്ന് പറയുന്നതല്ല, നമ്മുടെ മുഖത്ത് ഓക്കെ വരുന്നവരെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്ക് ആക്ഷനി ബേസിക്കലി കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഇപ്പോൾ പുലിമുരുകനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ പുലിമുരുകനിലൊരു സീനുണ്ട്, ലാലേട്ടൻ്റെ അടുത്തേക്ക് 2 പട്ടികൾ ഓടി വരുന്നു. അത് ലാലേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിന് ശേഷം പിന്നെ ഫൈറ്റ് തുടങ്ങുകയാണ്. ആ ഫൈറ്റിൽ ലാലേട്ടൻ്റെ മുണ്ട് തനിയെ പറന്നു വന്ന് ഇരിക്കുന്നൊരു സീനുണ്ട്. ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ എക്സിക്യൂഷൻ ആണോ ചോദിച്ചത്? എക്സിക്യൂഷൻ അല്ല, ആ ഒരു ഐഡിയ
ഹീറോയിസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല നമ്പറുകൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? അല്ല, ലാലേട്ടനും മുണ്ടും എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. അത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതിന്. പണ്ട് മുതലേ നമ്മൾ മുണ്ട് മടക്കി കുത്തിയ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. പുള്ളിക്ക് ഇഷ്ടമാണ്, നമുക്കിഷ്ടമാണ് കാണാൻ. പോക്കിരാജയിൽ തുടങ്ങി ഇപ്പോൾ ടെർബോ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്നത് 2 സിനിമകൾ ഇപ്പോൾ അവസാനം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് മധുരരാജ, മിനിസ്റ്റർ രാജ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ അതിലേക്ക് ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന് പറയുന്ന സിനിമയാണ് അടുത്തത് ചെയ്യാൻ ആയിട്ട്. വർക്കിന് ഒരു 1.5 മാസം കൂടി സ്ക്രിപ്റ്റ് വർക്ക് ബാക്കിയുണ്ട്. റൈറ്ററിൻ്റെ അടുത്തൊരു 1.5 മാസം കൂടി ചോദിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്യാൻ. സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള അതും ഒരു പാൻ ഇന്ത്യൻ ലെവൽ ചിത്രമായിരിക്കും. സ്ക്രിപ്റ്റ് തീർത്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 മാസത്തിനകത്ത് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആവും. എന്നിട്ട് ഡിസൈൻ ചെയ്യാം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ടർബോന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് സാധ്യതകൾ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നിന്നുള്ള ഐഡിയ ഇപ്പോൾ ഉണ്ടോ? സെക്കൻഡ് പാർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണത്. അതെ, എന്നാൽ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഇതൊരു വലിയ സിൻഡിക്കേറ്റിൻ്റെ ഒരു ചെറിയ പോയിന്റിൽ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിന് തുടർച്ച ഉണ്ടാവാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് ചോദിക്കണം, ഇപ്പോൾ ഈ ചിത്രത്തിന് റിലീസ് ചെയ്തതിന് ശേഷം കുറച്ചധികം നെഗറ്റീവ് ക്യാമ്പയിൻസ് ഒക്കെ ഒരു സൈഡിൽ വന്നിരുന്നു. അപ്പോൾ അതിനുള്ള വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു പ്രതികരണം ഉണ്ടാകും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടി പോകും. നമ്മളെ സിനിമകളിൽ നല്ലത് പറയുന്നവരുണ്ട്, ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ഓരോ സിനിമയിൽ ഓരോ ജോണറല്ലേ. ഇപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അത് വേറെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഓൺലൈനിലൊക്കെ സംസാരിക്കാൻ ശക്തിയുള്ളവർ, അല്ലെങ്കിൽ അതിന് അറിവും ബലവുമുള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ സീരിയസ് സിനിമകളായിരിക്കാം താല്പര്യം, അല്ലേ? കുറച്ചും കൂടെയൊക്കെ കലാമൂല്യമുള്ള സിനിമകളായിരിക്കാം താല്പര്യം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൊമേഴ്സ്യൽ മാസ് എൻ്റർടൈനറുകളുടെ ആരാധകർ എന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഒന്നും വലിയ റിവ്യൂ ഒന്നും ഇടാൻ അറിയത്തില്ല. അവർ നല്ല പടമാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണും, കൈയടിക്കും, ഫാമിലിയായിട്ട് പോവും, കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ അവർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത് നോക്കേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ ടെറിട്ടറി അല്ല. ഇപ്പോൾ മിനിസ്റ്റർ രാജു ഉണ്ടാവും ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു തോന്നുന്നു. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ആലോചന നടന്നിട്ടേ ഇല്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ ടെർബോ 50 കോടി കഴിഞ്ഞു. ഇനി എന്താ 100 കോടിയിലേക്ക് എത്തട്ടെ. 100 കോടി കഴിഞ്ഞ് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇത്ര ഇനിയും നല്ലൊരു ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറട്ടെ. അനുഗ്രഹിക്കട്ടെ, പ്രേക്ഷകരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്ത കാത്തിരിക്കുന്നു. താങ്ക് യു.